പ്രിയ സുഹൃത്തുക്കളെ, പതിവ് പോലെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്താലേ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിക്കൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ ഞാൻ ചുരുക്കി പറയാം. ഈ മാന്യദേഹത്തെ നിങ്ങൾ അറിയാമായിരിക്കുമല്ലോ. കേരളത്തിലെ പ്രമുഖ യൂട്യൂബറാണ്. മാത്രമല്ല മൂപ്പര് 30-35 വർഷം മാധ്യമപ്രവർത്തകനായിരുന്നു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. വായ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരു യൂട്യൂബർ. ഹിന്ദുക്കളെയും ഹിന്ദുമതത്തെയും അതുപോലെ ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെ എല്ലാം അധിക്ഷേപിക്കുന്ന, എല്ലാം വെറുക്കുന്ന ഒരു മനുഷ്യനാണ് ഇയാള്. ഒപ്പം ക്രിസ്തു മതത്തെ ഇങ്ങനെ പൊക്കി അടിച്ചുകൊണ്ടിരിക്കുക. ക്രിസ്തു മതത്തെ പറ്റി നമുക്ക് യാതൊരു പരാതിയില്ല. നമുക്ക് ക്രിസ്തു മതം മോശപ്പെട്ട മതമാണെന്നൊന്നും ഒരു ഹിന്ദുവിനും പരാതി ഉണ്ടാവില്ല. ഇതാണ് പ്രശ്നം. ഈ മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ തെറിവിളിക്കുകയാണല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ ഫാഷൻ. ഏതായാലും ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്, മൂപ്പര് ഒരു കാലം വരെ BJPയുടെ ആളായിരുന്നു. ഇപ്പോൾ BJPക്ക് എതിരാണ്. കാരണം എന്താ? ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ മതം മാറ്റാൻ പോയി, അവരെ പിടിച്ചു. അതോടൊപ്പം FCRA വന്നു. FCRA വന്നതോടെ ഇങ്ങനെയുടെ ആളുകളുണ്ടല്ലോ, ഇവാഞ്ചലിക്കൽ ലോബി, അമേരിക്കയിൽ നിന്ന് വരുന്ന, അവർക്കൊക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളെ മതം മാറ്റാനുള്ള പരിപാടി ഇപ്പോൾ ആകെ വെള്ളത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങർക്ക് നരേന്ദ്രമോദിയുടെ മഹാ എതിർപ്പാണിപ്പോൾ. ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ മൂപ്പര് പറയുന്ന പച്ച നുണ, വേറൊരു നുണ, ആ നുണ ഞാൻ നിങ്ങളെ ആദ്യം കേൾപ്പിക്കാം. ഇതിൽ ഇദ്ദേഹം പറയുന്ന കാര്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇപ്പൊ ജെൻസി മോഡലിൽ ജെൻ ആൽഫ തെരുവിലിറങ്ങിയിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ, ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഇപ്പൊ ബീഹാറിലും ഉണ്ട്. സ്കൂൾ കുട്ടികൾ തെരുവിൽ സമരം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോക്രോച്ചുകൾ ചെയ്തതുപോലെ നശീകരണ പ്രവർത്തനമോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അച്ഛനമ്മയും തെരുവിളിക്കലൊന്നുമില്ല. സ്കൂൾ കുട്ടികളാണ്. അവരുടെ ന്യായമായ ആവശ്യമാണ്. അവരാവശ്യപ്പെടുന്ന അവരുടെ സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ അവിടെ വേണ്ട സൗകര്യങ്ങളില്ല, ആവശ്യത്തിന് ടീച്ചേഴ്സ് ഇല്ല, അവർക്ക് വേണ്ട പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളില്ല, മാത്രമല്ല ഇരുന്ന് പഠിക്കാനായിട്ട് ബെഞ്ചും ഡെസ്കും ഇല്ല എന്നൊക്കെയുള്ള കാലാകാലങ്ങളായിട്ട് ഇന്ത്യയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ. അതിനെ എങ്ങനെയാണ് നമ്മുടെ ഇവാഞ്ചലിക്കൽ ട്വിസ്റ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കുക. അവരുടെ ഡിമാൻഡ് എന്തുവാ? സ്കൂളില് അധ്യാപകരില്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അധ്യാപകരും സയൻസ് അധ്യാപകരുമില്ല. സാൻസ്കൃത അധ്യാപകരും മനുസ്മൃതി പഠിക്കുന്ന അധ്യാപകരുമാണ് കൂടുതലുള്ളത്. ഇതിലോട്ടാണ് കാര്യങ്ങൾ പോയത്. അതാണ് ഞാൻ ഈ പറയുന്നത്. RSSന്റെ ക്ലച്ചസിൽ നിന്നും ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മാറ്റണം. ഈ പറയുന്ന ദളിതും മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന എന്താന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതോ. ഈ നാട്ടിൽ എത്ര ഹിന്ദുക്കൾ മനുസ്മൃതി വായിച്ചിട്ടുണ്ട്? മനുസ്മൃതി എടുത്ത് കത്തിച്ച് കളഞ്ഞ് അംബേദ്കർ മനുസ്മൃതി കത്തിച്ചിട്ട് ഹിന്ദുക്കളൊക്കെ തൂങ്ങിച്ചത്തോ? എടാ, മനുസ്മൃതി ഒന്നും ഹിന്ദുക്കളെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. മനുസ്മൃതി വേണ്ടത് ഈ നാട്ടിലെ ഈ ഹിന്ദുക്കളെ തെറി പറയാൻ നടക്കുന്ന ഇതുപോലെയുള്ള ഈ മതം മാറ്റ ലോബിക്കും അതുപോലെ തന്നെ ഹിന്ദുക്കളെ ചീത്ത വിളിക്കാൻ നടക്കുന്നവർക്കുമാണ് മനുസ്മൃതി ആവശ്യം. ഹിന്ദുക്കൾക്ക് മനുസ്മൃതി ഒന്നും ആവശ്യമില്ലെന്നേ. മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഒരു ഹിന്ദുവും, ഈ ലോകത്ത് ഒരു ഹിന്ദുവും ഫോളോ ചെയ്യുന്നില്ല, അല്ലെ? മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ഒരു ഹിന്ദു, ഞാനൊരു ഹിന്ദു ആണല്ലോ, മനുസ്മൃതി അനുസരിച്ച് ഞാൻ മനുസ്മൃതി വരെ കണ്ടിട്ട് പോലുമില്ല. അത് വേറെ കാര്യം. പക്ഷേ ഇയാളെ പറഞ്ഞ നുണ അത് നമ്മൾ പറയാതിരിക്കരുത്. 2 കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞത്. ഒന്ന്, സ്കൂളിൽ മനുസ്മൃതി അടിച്ചേൽപ്പിക്കുന്നു RSS. 2, സ്കൂളിൽ ഇംഗ്ലീഷും സയൻസും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല. ടീച്ചേഴ്സ് എല്ലാം സാൻസ്കൃതം, മൂപ്പര് ഉദ്ദേശിച്ച സംസ്കൃതമാണ്. സാൻസ്കൃതം അതുപോലെ മനുസ്മൃതിയും മാത്രമേ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ള വിഷയങ്ങളൊന്നും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല. എന്ത് വലിയ നുണയാണെന്ന് നോക്കൂ. ഇന്ത്യയിൽ ഒരിടത്തും, ഒരു സംസ്ഥാനത്തും, ഒരു സ്കൂളിലും മനുസ്മൃതി പഠിപ്പിക്കുന്നില്ല. ഒരു സ്കൂളിന്റെയും കരിക്കുലത്തിൽ മനുസ്മൃതി ഇല്ല. മനുസ്മൃതി ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഒരിടത്തും പഠിപ്പിക്കുന്ന പോലുമില്ല. അടിച്ചേൽപ്പിക്കുന്ന പോട്ടെ, പഠിപ്പിക്കുന്നത് പോലുമില്ല. വംശീയതയും അപരമത വിദ്വേഷവും പഠിപ്പിക്കുന്ന മറ്റു മതങ്ങളുടെ കാര്യങ്ങളെല്ലാം പല സ്കൂളുകളിലും പഠിപ്പിക്കുന്നതാവുന്ന പ്രശ്നം. മനുസ്മൃതി ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ഇയാൾ പറഞ്ഞത് പച്ച നുണയാണ്. ഈ കുട്ടികൾ തെരുവിലിറങ്ങിയിരിക്കുന്ന സ്കൂളിലെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി, സ്കൂളിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠന സൗകര്യം, ആവശ്യത്തിന് ടീച്ചേഴ്സ് ഇല്ല, ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ്. പക്ഷെ അതിനെ ഇയാൾ മനുസ്മൃതിയുടെ പ്രശ്നമാക്കി മാറ്റി. മനുസ്മൃതി പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ടീച്ചേഴ്സ് എല്ലാം. ഇപ്പൊ മനുസ്മൃതിയിൽ PhD എടുത്തിട്ട് മനുസ്മൃതിയാണ് പഠിപ്പിക്കുന്നത്, ഇംഗ്ലീഷും സയൻസും പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഇല്ല എന്ന് പറയുന്ന പച്ച നുണയാണ് മാത്യു സാമുവൽ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇയാളെ ചാലഞ്ച് ചെയ്യുകയാണ്, ഏത് സ്കൂളിലാണ് മനുസ്മൃതി പഠിപ്പിക്കുന്നതെന്ന് കാണട്ടെ, ഒന്ന് പറയട്ടെ. അത് പറയില്ലല്ലോ. എന്ന് വെറുതെ ഈ പറയുന്ന ഹിന്ദുമതത്തിനെ തരം താഴ്ത്തുക, എന്നിട്ട് അവിടെ എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ കുട്ടികളെയൊക്കെ പഠിപ്പിച്ച ആധുനിക മനുഷ്യരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളാണ്, പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും ആണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മനുസ്മൃതി അടിക്കുന്നത്. അതിനകത്ത് ഇയാൾ പറയുന്നുണ്ട് വേറെ അടുത്ത നുണ. നിങ്ങൾ കേട്ടോളൂ. ഇതേ മേഖലയില് ഈ ഇവാഞ്ചലിക്കൽ കേരളത്തിൽ നിന്നുള്ള പാസ്റ്റർമാരൊക്കെ വീടുകളിലും ചെറിയ സ്കൂളുകൾ നടത്തുന്നുണ്ട്. അവരെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക, കുട്ടികളെ അവരെ മാറ്റിയെടുക്കുക, അവരുടെ ജീവിത ക്രമങ്ങൾ മാറ്റിയെടുക്കുക, അറിവ് പകരുക, ഈ സംഭവങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അവിടൊക്കെ ഇവര് കയറി എന്ന് പ്രശ്നമുണ്ടാക്കി വലിയ രീതിയിൽ.
ചെറിയ ട്യൂഷൻ നടത്തുക. ഈ പാസ്റ്റർമാരുടെ ഭാര്യയും അവർ രണ്ടുപേരും ഈ കുട്ടികൾക്ക് ഇംഗ്ലീഷും അതും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അവിടെയാണ് ഈ പറയുന്ന മോദിയും ഈ അമിത്ഷായും RSSും കയറി ഹിറ്റ് ചെയ്യുന്നത്. അതായത് ഹിന്ദി മാത്രം പഠിച്ചാൽ മതി, ഇംഗ്ലീഷ് പഠിക്കരുത്, ഇംഗ്ലീഷ് രാജ്യദ്രോഹമാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നു ഇംഗ്ലീഷ് രാജ്യദ്രോഹമാണ്, എല്ലാവരും ഹിന്ദിയും സംസ്കൃതം പഠിച്ചാൽ മതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എവിടെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞത് ഇംഗ്ലീഷ് രാജ്യദ്രോഹമാണെന്ന്? ഈ പണ്ട് കാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ പോവാൻ നേരത്ത് ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോയ കുറെ ബീജങ്ങളാണ് ഈ മാത്യു സാമുവൽ ഉൾപ്പെടെയുള്ള കുറെ കോളനൈസ്ഡ് മൈൻഡ് സെറ്റ് ഉള്ള കുറെ ആളുകൾ. അവരും അവരുടെ അനന്തര തലമുറയും ഇവരുടെ എല്ലാം തലച്ചോറ് ബ്രെയിൻ എന്ന് പറയുന്ന കോളനൈസ്ഡ് ആണ്. അവർക്കെല്ലാം സായിപ്പ്, തൊലിവെളുപ്പുള്ള സായിപ്പ് എന്ന് പറഞ്ഞ ദൈവ. ഡൊണാൾഡ് ട്രംപിനെ TV കണ്ടു കഴിഞ്ഞാൽ അച്ചായൻ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കും. കാരണം ഇന്ത്യയോടൊന്നും അല്ല ഇവർക്ക് താല്പര്യം, വെറുതെ ഈ രാജ്യത്ത് ജീവിച്ച് ഈ രാജ്യത്തെ മുടിപ്പിക്കാനായിട്ട് രാജ്യദ്രോഹികളായിട്ട് വിലസ് നടക്കുകയാണ്. ഈ രാജ്യത്തോട് ഇവർക്കൊന്നും ഒരു താല്പര്യവുമില്ല. ഇവരുടെ എല്ലാം ദൈവം ഈ പറയുന്ന മാത്യു സാമുവൽ ഉൾപ്പെടെയുള്ളവരുടെ എല്ലാം ദൈവം അമേരിക്കയില. അമേരിക്കയെ പറ്റി പറയുമ്പോൾ എന്ത് 100 നാവാണ്. ഇന്ത്യയെ പറ്റി പറയുമ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട സംഗതിയാണ്. ചാണകവും ഗോമൂത്രവും ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഞാൻ അത് കേൾപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ഒരു 50 വർഷം എനിക്കൊക്കെ ഓർമ്മയുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തില് എന്റെ തറവാട്ടിലെല്ലാം, അതായത് അച്ഛന്റെ വീട്ടിലെല്ലാം ചാണകം മെഴുകിയ തറയായിരുന്നു. അതെല്ലാവരും ഈ നാട്ടിലെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം പഴയ വീടുകളിലെല്ലാം ചാണകമല്ലേ മെഴുകിയിരുന്നത്. അല്ലെ ഇവരെല്ലാം ഗ്രാനൈറ്റ് ഫ്ലോറിലാണോ 50 വർഷം മുമ്പ് ജീവിച്ചിരുന്നത്? ഒന്നും അല്ലല്ലോ. ഇപ്പോഴല്ലേ ഈ പറഞ്ഞ ആഷ് പൂഷ് ഇംഗ്ലീഷൊക്കെ ഉണ്ടായത് അല്ലേ? അതിനു മുമ്പെല്ലാം ചാണകമൊക്കെ തന്നെ മെഴുകിയതിനെ മനുഷ്യൻ ജീവിച്ച എന്ന് പറഞ്ഞ് ദിവസം രാവിലെ അത് ചിരണ്ടി തിന്നുവാണോ ചെയ്തുള്ള? അല്ലല്ലോ. ഇപ്പൊ ചുമ്മാ ഹിന്ദുക്കളെ കളിയാക്കാൻ വേണ്ടി ചാണകം ചവിട്ടി, ഇവനൊക്കെ ചാണകം ചവിട്ടി തന്നെ ഇവന്റെ അപ്പന്റെ അപ്പനും ഒക്കെ ജീവിച്ചത്. അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇന്നിപ്പോ വലിയ അമേരിക്കൻ ഭക്തിയാണ്. തൊലിവെളുപ്പുള്ള സായിപ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചില്ലെങ്കിൽ ചൈന അമേരിക്കയെ കിടുകിടാ വെറുപ്പിക്കുന്ന ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടാണ്. ചുമ്മാ ഇവരുടെ എല്ലാം ഉള്ളിലുള്ള വംശീയത മാത്രമാണ്. ഹിന്ദു വിരുദ്ധത, ഈ രാജ്യത്തിനോടുള്ള വിദ്വേഷം, അതുപോലെ വംശീയത, ഒന്നാന്തരം വംശീയത. ഈ വംശീയതയ്ക്കുള്ള വേറൊരു പേരാണ് ഇന്നത്തെ ഇന്ത്യയിൽ മതേതരത്വം. പറയുമ്പോൾ ഭയങ്കര മതേതരന്മാരാ. മതരാഷ്ട്രം, ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ, മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രാകൃതമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇയാൾക്ക് വേണ്ടത് ഇയാളുടെ മതത്തിന്റെ രാഷ്ട്രമാണ് തരും. കാരണം അതല്ലേ ഇയാളുടെ ചാനൽ തന്നെ, വാർത്താ ചാനൽ എന്നൊക്കെ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, കുറെ ക്രിസ്ത്യാനികളെ കോരിത്തെരിപ്പിക്കാൻ വേണ്ടി. അതായത് മതഭ്രാന്തന്മാരായ കുറെ ക്രിസ്ത്യാനികൾ, അല്ലാത്ത ക്രിസ്ത്യാനികളൊന്നും ഇയാളുടെ ചാനലിലേക്ക് പോകാറില്ല. മതഭ്രാന്ത് മാത്രം പിടിച്ച കുറെ ക്രിസ്ത്യാനികളെ കോരിത്തെരിപ്പിക്കാൻ വേണ്ടി വെറുതെ ഹിന്ദുക്കളെ കുറെ തെറി വിളിക്കുന്നു. സനാതന ധർമ്മം, ഞാൻ പറയാം, ഇയാളുടെ ചാനലിൽ വരുന്ന കോമന്റ്സ്, ഒരു കോമന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താ നിങ്ങൾ നോക്കൂ. സനാതന ധർമ്മം കുഷ്ടമാണെന്ന് പറയുന്നത് ഇങ്ങനെ നിരവധി കോമന്റ്സ് ഉണ്ട്. നിരവധി കോമന്റ്സ്. വേറെ ഏതെങ്കിലും ഒരു മതത്തിനെ പറ്റി ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുമോ? ഞാൻ പറയുന്നത് BJP ഭരിക്കുന്ന ഇന്ത്യയിലാട്ടോ. അപ്പൊ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോ എന്തായാലും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് മതേതരത്വം ഈക്വൽസ് ഹിന്ദു വിരുദ്ധത, മതേതരത്വം ഈക്വൽസ് രാജ്യവിരുദ്ധത. അതാണ് തൽക്കാലം നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി. വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുമോ ഇങ്ങനെ ആ രാജ്യത്തിനെതിരായിട്ടും അവിടുത്തെ സംസ്കാരത്തിനെതിരായിട്ടും ഒക്കെ ഇങ്ങനെ പച്ച വർഗീയത വിളിച്ച് പറയുക എന്ന് പറയുന്നത്? വേറെ ഒരു രാജ്യത്തും നടക്കില്ല. തൽക്കാലം ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇയാളുടെ ഈ വംശീയത, ഇയാളുടെ ഈ മുഖം മൂടി ഒന്ന് അഴിച്ച് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ജയ് ഹിന്ദ്.